ഈ ശുശ്രൂഷ ഇതിവിടെ നമ്മൾ ഈ വചനം വായിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് വെറുതെ വായിച്ചു പോകാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങളിൽ കർത്താവ് ഇടപെടുന്നതിന് വേണ്ടി നൽകുന്ന ഒരു വചന ശുശ്രൂഷയാണ്. എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ കേട്ടോണ്ടിരുന്നാൽ പോരാ, മറിച്ച് നമ്മളിത് സ്വീകരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ ആത്മീയ മേഖലയിൽ അതിശക്തമായി ചില മാറ്റങ്ങൾ വരുത്തുന്നതിന് സഹായിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. വിശ്വസിക്കുന്ന ഒരു ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. എങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റിയൊരു വചനഭാഗം ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹായാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം 18-ാം തിരുവചനം. പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, ഫസ്റ്റ് ലെറ്റർ, ചാപ്റ്റർ 1 വേഴ്സ് 18. 18-ാം തിരുവചനം. ഈ വചനം ഒന്ന് വായിച്ചാലോ? നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. യെസ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്ക് നേറ്റു പറയാം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വചനം ഒന്ന് കാണാതെ പഠിച്ചാലോ? വലതുകരം ഉയർത്തിപ്പിടിച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്ത് ഈ വചനം നമുക്ക് ഏറ്റുപറയാം. പൗലോസ്ലീഹ തന്റെ ബോധ്യത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വലിയ സൗഖ്യത്തിന്റെ ഒരു വചനമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പഠിച്ചോണം, ഏറ്റുപറയാം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. ഒന്നും കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ വചനം വളരെ വ്യക്തമായി നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കുരിശ് ആർക്കാണ് അനുഗ്രഹമായിരിക്കുന്നത്? നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശ് എന്താണ്? അത് ഭോഷത്വമാണ്, മണ്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ്. എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് ഈ കുരിശ് എന്താണ്? അത് ശക്തിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങോട്ട് ശ്രദ്ധിച്ചേ. കുരിശിനെ ധ്യാനിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയോ? ഈ ഭൂമിയിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാ സഹനങ്ങളെയും വേറിട്ട ഒരു കാഴ്ചപ്പാടിൽ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ് വിശുദ്ധ കുരിശ്. ആമേൻ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ കടന്നു പോകേണ്ട പല സഹന മേഖലകളെയും വേറിട്ട ഒരു കാഴ്ചപ്പാടിൽ അത് മനസ്സിലാക്കുന്നതിന് നമുക്ക് ഒരു ബലമാണ് വിശുദ്ധ കുരിശ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ നാളുകളിൽ, നോമ്പിന്റെ ഈ നാളുകളിലൊക്കെ നമ്മൾ കുരിശിന്റെ വഴി ചൊല്ലുന്നു, കുരിശിനെ ധ്യാനിക്കുന്നു. എന്തിനാണ് ഇത്രമേൽ ഈ കുരിശിൽ തൂങ്ങപ്പെട്ടവന് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ധൈര്യപൂർവ്വം ദൈവജനത്തോട് പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? ഇത് നാശത്തിലൂടെ ചരിക്കുന്നവർക്കുള്ളതല്ല, മറിച്ച് രക്ഷയിലൂടെ ചരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ളൊരു ശക്തിയുടെ മേഖലയാണ്. കുരിശ് നമുക്കൊരു ശക്തിയാണ്. ഹല്ലേലൂയാ. വലതും ഇടതും ഇരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, കുരിശ് നിനക്കൊരു ശക്തിയാണ്. ഹല്ലേലൂയാ. അതായത് നമ്മൾ ഇവിടെ നിന്ന്, ഈ ദേവാലയ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ യേശുവിൻ്റെ കുരിശിനെ കുറിച്ച് ധ്യാനിച്ചിട്ട് കടന്നു പോകുമ്പോൾ, നമ്മൾ പിന്നീട് ദേവാലയത്തിൻ്റെ പടവുകളൊക്കെ ഇറങ്ങി പിന്നീട് നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ കാണുന്നത് എന്തുവാ? നമ്മുടെ ജീവിതത്തിലെ കുരിശാണ്, നമ്മുടെ കുടുംബത്തിലെ കുരിശാണ്, നമ്മുടെ മക്കളുടെ കുരിശാണ്, നമ്മുടെ ജീവിത ബന്ധങ്ങളുടെ കുരിശാണ്. അപ്പം നമ്മൾ എന്തു ചെയ്യും? ഈ കുരിശുകളുടെ മുമ്പിൽ നമ്മൾ വല്ലാണ്ട് ഭാരപ്പെടുക, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ലാതിരിക്കുമ്പോൾ
നമ്മൾ ഇവിടെ വെച്ച് ധ്യാനിക്കുന്ന ഈ കുരിശ് നമുക്ക് ചില വെളിപ്പെടുത്തലുകൾ നൽകും, ചില ബോധ്യങ്ങൾ നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. നല്ല മിടുക്കൻ ചെറുപ്പക്കാരൻ. കാരണം മിടുക്കൻ എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ഒരു രാത്രി സമയത്ത് അവൻ്റെ ഭാര്യയും കൊണ്ട് നടക്കാൻ ഇറങ്ങിയിരിക്കുന്നതാണ് ഈ ചെറുപ്പക്കാരൻ. രാത്രി സമയത്ത് ഭാര്യയും കൊണ്ട് നടക്കാൻ ഇറങ്ങിയിരിക്കുന്ന ചെറുപ്പക്കാരൻ. ഈ നടക്കാൻ ഇറങ്ങിയിരിക്കുന്ന ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ ഈ ഭാര്യ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു ഭാര്യയല്ല. ഒരു ആക്സിഡന്റിന് ശേഷം നാളുകളായി കിടപ്പിലായിരുന്നു. പിന്നീട് ഇപ്പോൾ സാവധാനം ജീവിതത്തിലോട്ട് പച്ചവെച്ച് വരുന്നുണ്ട്. പക്ഷേ മാനസികമായി അങ്ങേയറ്റം താളം തെറ്റിക്കിടക്കുന്ന ഒരു ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ഈ ഭാര്യയെ കൊണ്ടു നടക്കുന്നത് ഈ കൊച്ചു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത് പോലെയാണ്. കൊച്ചു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത് പോലെയാണ് ഈ രാത്രി സമയത്ത് കൊണ്ടു നടക്കാൻ. ഇവൻ ജോലി കഴിഞ്ഞ് വന്ന് പിന്നീട് ഇവന് കിട്ടുന്ന സമയത്ത് ഇവന്റെ ഭാര്യയും കൊണ്ട് ഇവൻ റോട്ടിലൂടെ കൊണ്ടു നടക്കുവാണ്. എല്ലാ ദിവസവും ഭാര്യയ്ക്കൊരു വ്യായാമം കിട്ടാൻ, മാനസിക ഉല്ലാസം കിട്ടാൻ വേണ്ടി ഇവൻ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ഈ സ്ത്രീ ജന്മനാ മാനസിക രോഗിയായിരുന്ന വ്യക്തിയല്ല. ഈ സ്ത്രീ നല്ല ആരോഗ്യത്തോടുകൂടെ എക്സ്ട്രാ ഓർഡിനറി പവർഫുൾ ആയിട്ട് ആ കുടുംബത്തിന്റെ വരുമാന മാർഗമായിരുന്നൊരു സ്ത്രീയാണ്. എന്നാൽ ഒരു ആക്സിഡന്റിന് ശേഷം താളം തെറ്റി. നാളുകളായിട്ട് കിടപ്പിലായിരുന്നു. ഒരു കുടുംബത്തിന്റെ ഗതി എന്ന് പറയുന്നത് താളം മുഴുവൻ തെറ്റി ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ ആ കുടുംബം കടന്നു പോവുകയാണ്. വല്ലാത്ത അവസ്ഥ. എന്തു ചെയ്യണമെന്നറിയാതെ സാമ്പത്തിക ഭാരം, കുടുംബത്തിലുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ കടന്നു പോകുന്ന അവസ്ഥ നമുക്കിവിടെ നിന്ന് പറയാൻ പറ്റാത്ത വണ്ണമുള്ള അങ്ങേയറ്റം തീവ്ര വേദനയുടെ അവസ്ഥ. എന്നാൽ ഇപ്പോൾ സാവധാനം ഈ കുടുംബം പച്ച പിടിച്ചു വരുമ്പോൾ കുടുംബനാഥനായിട്ടുള്ള, ഒത്തിരി വലിയ പ്രായമൊന്നുമില്ല, ഈ മിടുക്കനായ ചെറുപ്പക്കാരൻ്റെ പണി എന്തെന്നറിയോ? ഭാര്യയെ അങ്ങേയറ്റം സ്നേഹിക്കും. പകല് മുഴുവൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് വന്ന് വൈകുന്നേരം ഈ ഭാര്യനെ കൊച്ചു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്ന പോലെ. കാരണം അതിനുള്ള മാനസികാവസ്ഥ ഈ പെണ്ണിനില്ല. അപ്പം അതുകൊണ്ട് കയ്യെ പിടിച്ച് റോഡിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ കൊണ്ടു നടക്കുക. ഒരു ദിവസം അല്ല കേട്ടോ, ഒരാഴ്ചയല്ല കേട്ടോ, ഒരു മാസമല്ല കേട്ടോ, ഇനി എത്ര നാളെന്നറിഞ്ഞുകൂടാ. ഈ മിടുക്കൻ ഈ ഭാര്യയും കൊണ്ട് ഇങ്ങനെ കൈപിടിച്ച് നടക്കുമ്പോൾ നാട്ടുകാരൊക്കെ ഇങ്ങനെ ചോദിക്കും, എടാ നിനക്കൊരു ജീവിതം വേണ്ടേടാ, എടാ നീ ഇത് എത്ര നാളെന്നും പറഞ്ഞ് ഇവളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. ഇവൻ അവരോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവളുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയും, ഇതെന്റെ ഭാര്യയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ നിന്ന് കർത്താവിന്റെ കയ്യിൽ തന്നതാണ് എൻ്റെ ഭാര്യയെ. ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ആര് സ്വീകരിക്കും? എൻ്റെ ഭാര്യയ്ക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ജീവിതത്തിൽ ചില താളക്കേടുകൾ സംഭവിച്ചു. പക്ഷേ എൻ്റെ ഭാര്യ തന്നെയാണ്. അവളെ ഞാൻ പൊന്നുപോലെയാ കൊണ്ടു നടക്കുന്നത്. ഹല്ലേലൂയ. ഈ ചെറുപ്പക്കാരനോട് ഞാൻ സംസാരിച്ചു വന്നപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞ ഒരു ആത്മീയ രഹസ്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇവന്റെ വീട്ടിൽ, ഇവന്റെ മുറിയിൽ ഒരു കൊച്ചു കുരിശുണ്ട്, ഒരു കൊച്ചു കുരിശ്. ഇവൻ പറയുക, അച്ഛാ നേരം വെളുക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ആ കുരിശിന്റെ മുമ്പിൽ നിൽക്കും. കുരിശിൽ കിടക്കുന്ന ഈശോയെ ഞാൻ ഇങ്ങനെ നോക്കും. അച്ഛാ ഞാനിങ്ങനെ കുരിശയിലോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് അസാധാരണമായ ഒരു കൃപ കിട്ടും. അതെന്നതാണെന്ന് എനിക്ക് പറഞ്ഞാൽ തെളിയിക്കാൻ പറ്റത്തില്ല. പക്ഷേ അസാധാരണമായൊരു കൃപ കിട്ടും. ആ കൃപയിലാണ് അച്ഛാ ഈ ജീവിതം മുഴുവൻ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ആരെക്കുറിച്ചാണെന്നറിയാവോ? നിങ്ങളെക്കുറിച്ച്. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് എന്നെക്കുറിച്ച്. കുരിശിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എന്താണ് കിട്ടുന്നത്? ഈ കുരിശ് എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. കുരിശ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ നമുക്കൊരു ശക്തിയാണ്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളെയും വേറിട്ട ഒരു കാഴ്ചപ്പാടിൽ മനസ്സിലാക്കുന്നതിന് ഈ കുരിശ് നമുക്ക് ബലം നൽകും.
അതുകൊണ്ട് കുരിശിനെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ കുരിശിനെ സ്നേഹിക്കണം. ആ കുരിശിനെ സ്നേഹിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചേ, പത്രോസ് ലീഹ, ഈ പത്രോസ് ലീഹയുടെ സ്വഭാവം എന്താണെന്നറിയോ? കുരിശിനെ ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ആളാണ് പത്രോസ് ലീഹ. നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ വായിച്ച് ധ്യാനിക്കാൻ പറ്റിയൊരു വചനഭാഗം പറയാം. അത് മത്തായിയുടെ സുവിശേഷം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 16, 16 അധ്യായം അതിൻ്റെ 21 മുതലുള്ള വചനങ്ങളൊന്ന് ശ്രദ്ധിച്ചാലോ. 16 അധ്യായം 21 മുതൽ, ചാപ്റ്റർ 16 വേഴ്സ് 21 ഓൺവേഴ്സ്. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈശോ ശിഷ്യന്മാരെ ഒരു കാര്യം അറിയിക്കുകയാണ്. എന്തിനെ കുറിച്ച് അറിയിക്കുന്നത്? നമ്മളൊരു പാർട്ടിക്ക് പോകാൻ പോവാണ്, നമ്മൾ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്, നമ്മളൊരു മാരേജ് ഫംഗ്ഷന് പോകാൻ പോവാണ്, നമ്മൾ പിക്നിക്കിന് പോകാൻ പോവാണ്. ആണോ? എന്ത് കാര്യമാണ് ഈശോ പറഞ്ഞത്? ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയുള്ള സെലിബ്രേഷനെ കുറിച്ചല്ല, മറിച്ച് വേറെ ഒരു പെയിൻഫുള്ളായ ആഘോഷത്തെക്കുറിച്ച് ഈശോ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. ഉടനെ നമ്മുടെ പത്രോസ് ഏട്ടൻ എന്ത് ചെയ്തുവെന്ന് 22-ാം വചനം എഴുതിയിട്ടുണ്ട്. വായിച്ചേ. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. പത്രോസ് ഉടനെ തന്നെ അങ്ങോട്ട് ചെന്നിട്ട് ഈശോട് പറഞ്ഞു, ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അല്ല, എല്ലാവരും കേൾക്കണ്ട, ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് പത്രോസ് ഈശോനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഈശോയോട് തടസ്സം പറയാൻ തുടങ്ങി. ശ്രദ്ധിച്ചു നോക്കിക്കേ. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പത്രോസിന്റെ ഉള്ളിൽ വന്ന ചിത്രങ്ങൾ മുഴുവൻ ഇതിന് വിരുദ്ധം. ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഉടനെ തന്നെ ഈശോ എങ്ങനെയാണ് ഈ പത്രോസിനെ ഹാൻഡിൽ ചെയ്തതെന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. തൊട്ടടുത്ത വചനം ശ്രദ്ധിച്ചേ, 23-ാം തിരുവചനം. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ എന്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഹല്ലേലൂയ. ഈശോ പത്രോസിനെ എന്താണ് ഓമന പേരിട്ട് വിളിച്ചത്? സാത്താൻ എന്നാ വിളിച്ചത്. എടാ പിശാചേ എന്നാണ് വിളിച്ചത്. അങ്ങനെ പത്രോസിനെ വിളിക്കാനുള്ള കാരണം പത്രോസ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? പത്രോസ് എന്ത് പ്രവൃത്തി ചെയ്തിട്ടാണ് ഈശോ പത്രോസിനെ സാത്താനെ എന്ന് വിളിച്ചത്? ഒറ്റ കാര്യമേ ഉള്ളൂ. പത്രോസ് സഹനത്തിനെതിര് നിന്നു, കുരിശിനെതിര് നിന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹനങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം അവരെ വിളിക്കുന്നൊരു പേരാണ് ഏത്? സാത്താനെ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ രഹസ്യം നമ്മളോട് പറഞ്ഞത്. ഇതായത് രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റൂ. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ഇത് വെറും ഭോഷത്വം. അതുകൊണ്ടാണ് പത്രോസ്ലീഹ ഇത് പറഞ്ഞത്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിൽ ഇതൊന്നുമില്ല. ഈശോയെ കുറിച്ച് പത്രോസ്ലീഹ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഏതാ? ഉയ്യോ, 5 അപ്പം 10,000 വീതം വെച്ച് കൊടുക്കുന്നു, അല്ലേ? മരിച്ചയാളെ ഉയർപ്പിക്കുന്നു, രോഗസൗഖ്യം നൽകുന്നു. അപ്പൊ ഈ പത്രോസ് ഈശോയുടെ കൂടെ നടക്കുമ്പോൾ കയ്യടി കിട്ടുമ്പോൾ ആർക്കും ഈ കയ്യടി ഗുണകരമാവുന്നുണ്ട്? പത്രോസിനും, അല്ലേ? വാഴ നനയുമ്പോൾ കൂടെയുള്ള ചീരയ്ക്കും ഗുണം കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈശോയുടെ കൂടെ പത്രോസ് നടക്കുമ്പോൾ ഈ കയ്യടിയും ഈ ആരവങ്ങളൊക്കെ ആരെൻജോയ് ചെയ്യുന്നുണ്ട്? പത്രോസ്.
അപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കാര്യങ്ങളിൽ ആരിടപെടേണ്ടി വരും? പത്രോസിനും ഇത് കിട്ടും. അതുകൊണ്ടാ പത്രോസ് പറഞ്ഞു, ദൈവമേ ഇതൊരിക്കലും സംഭവിക്കല്ലേ, ഇതൊരിക്കലും സംഭവിക്കല്ലേ, ഇത് ഭാഗ്യക്കേടാണ്, ഇത് സംഭവിക്കല്ലേ, ഇത് സംഭവിക്കല്ലേ. ഈ പത്രോസ് ഉണ്ടല്ലോ, പിന്നീട് ജീവിതത്തിൽ ഈ കുരിശിന്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ പത്രോസ് ലീഹ പിന്നീട് എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനമുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാവോ? പത്രോസ് ലീഹ തൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 4 4-ാം അധ്യായം 12-13 തിരുവചനം ഒന്ന് വായിച്ചാലോ? ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 4 വേർഡ്സ് 12 and 13. ഒന്ന് പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 12-13 തിരുവചനം. നല്ല വചനങ്ങളാണ്, കേട്ടോ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. ആരാ പറയണേ? പത്രോസ്. ഈ പത്രോസ് തന്നെയാണ് നേരത്തെ പറഞ്ഞ, ദൈവമേ ഇതൊരിക്കലും സംഭവിക്കല്ലേ. എന്നാൽ ഈ കുരിശിന്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പത്രോസ് ലീഹായുടെ ചിന്താഗതികൾ മുഴുവൻ മാറി. അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ സഹിക്കുന്ന ഏതൊരു സഹനത്തെയും വേറിട്ട ഒരു കാഴ്ചപ്പാടിലൂടെ മനസ്സിലാക്കാൻ ഈ കുരിശ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ കടന്നു പോകുന്ന ഏതൊരു സഹനത്തെയും കുറിച്ച് ചിന്തിച്ചോളൂ. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് അൾത്താരയിൽ തൂങ്ങപ്പെട്ട കുരിശ് മാത്രമല്ല, നിന്റെ വീട്ടിൽ നീ ഇന്ന് അനുഭവിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ വേറെ ചില കുരിശുകളുണ്ടല്ലോ. ഭാര്യയെ കുരിശായി കണക്കാക്കുന്ന ഭർത്താവ് ഉണ്ടാകാം, ഭർത്താവിനെ കുരിശായി കണക്കാക്കുന്ന ഭാര്യമാരുണ്ടാവും, മക്കളെ കുരിശായിട്ട് കണക്കാക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകും. അനേക മാതാപിതാക്കളുടെ ഭാഷയിലൊക്കെ അങ്ങനെ വരാറുണ്ട്. ഈ കുരിശ് ഇതിനെ എന്നാ ചെയ്യാനാണ് അല്ലേ, പരീക്ഷാ സമയമാണ്, ഒന്നും പഠിക്കുകയല്ല. ഈ കുരിശ് എന്ന് പറഞ്ഞാൽ മക്കളെ കുരിശായിട്ട് കണക്കാക്കുന്നുണ്ടാവും, ചില ബന്ധങ്ങളെ നിങ്ങൾ കുരിശായി കണക്കാക്കുന്നുണ്ടാവും, ജോലി സ്ഥലത്തുള്ളവരെ ചിലപ്പോൾ കുരിശായി കണക്കാക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുരിശെന്ന് കരുതി കണക്കാക്കുന്ന ഏതൊരു ബന്ധത്തെയും ഇന്ന് പത്രോസ് ലീഹ പറയുക, ഇത് ദ മൊമെന്റ് ഓഫ് ഗ്ലോറി, ആഹ്ലാദിക്കാനുള്ള ഒരു സമയമാണെന്ന്. കാരണം ക്രിസ്തുവിന്റെ പീഡകളിലാണ് നീ പങ്കുപറ്റുന്നത്. ഹല്ലേലൂയാ. അപ്പൊ സഹിക്കുന്ന ഓരോരുത്തരും, കുരിശിനെ ധ്യാനിക്കുന്ന ഓരോരുത്തരും, ആ വ്യക്തി പോലും അറിയാതെ സംഭവിക്കുന്ന എന്താണ്, ആ വ്യക്തി യേശുവിന്റെ കുരിശിലാണ് പങ്കുപറ്റുന്നത്. ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ നിന്റെ സഹനം വെറുതെ അല്ല, അതിന് വിലയുണ്ട്. വലതും ഇടതും ഇരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ സഹനം വെറുതെ അല്ല, അതിന് വിലയുണ്ട്. ഹല്ലേലൂയാ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ മധ്യപ്രദേശില് സത്ന എന്ന് പറയുന്ന ഒരു സ്ഥലം, സത്ന ഒരു രൂപത തന്നെയുണ്ട്. സത്നയിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോം, ഒരു കെയർ ഹോമും കൂടിയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ നമ്മുടെ ഈ തൃശ്ശൂർ ഭാഗത്തുള്ള ഒരു വ്യക്തി അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം അവിടെ പോകാൻ കാരണം, ഇദ്ദേഹം ഡിവൈൻ ധ്യാന മന്ദിരത്തിലൊക്കെ വന്ന് മാനസാന്തരപ്പെട്ട ആളാണ്. ഇയാള് ഈ തൃശ്ശൂർ ഭാഗത്തെ ഒരു ഗുണ്ടയായിരുന്നു. ഗുണ്ട വചനം കേട്ട് മാനസാന്തരപ്പെട്ടു. അപ്പോൾ ഏതോ ഒരു സിസ്റ്റർ പറഞ്ഞു, നീ കുറച്ച് നാള് അവിടെ വന്ന് ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം സത്നായിൽ, മധ്യപ്രദേശത്തുള്ള സത്നായിൽ പോയിട്ട് അവിടുത്തെ ആശ്രമത്തിൽ അവിടെ ശുശ്രൂഷ ചെയ്യുവാണ്. പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്നു, വില്ലേജുകളിലൊക്കെ പോയിട്ട് ശുശ്രൂഷ ചെയ്യും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവിടെ ചില രാഷ്ട്രീയ പ്രവർത്തകർ വന്നു ശക്തമായിട്ടൊരു ആക്രമണം നടത്തി. ഈ ഗേറ്റ് തല്ലിപ്പൊളിച്ചു, അവിടെയുള്ള പലരെയും തല്ലി, നമ്മുടെ ഗുണ്ടയെയും തല്ലി. ചില രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ അറിവുകേട് കൊണ്ട് അവർ വന്ന് കുറെ തല്ലൊക്കെ തല്ലി. ഈ പറയുന്നത് ഒരു വാർത്തയായിട്ടൊക്കെ ആ സമയത്ത് വന്നിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്.
ഞാനിത് പറയുന്നതിൻ്റെ രണ്ടാം ഭാഗമുണ്ട്. അതായത് നമ്മുടെ ഗുണ്ട അടിമേടിച്ച് പപ്പടായി. അപ്പൊ ഇദ്ദേഹത്തെ പിന്നീട് നാട്ടിലൊരവസരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാളൊരു ഗുണ്ടയല്ലേ, 2 എണ്ണം തിരിച്ചു കൊടുക്കാൻ മേലായിരുന്നു ഈ ഇടി കിട്ടിയപ്പോൾ? ഇയാൾക്കറിയാമല്ലോ എങ്ങനെ അടിക്കണമെന്നൊക്കെ അറിയാമല്ലോ, ഒരു കാലഘട്ടത്തിൽ അടിച്ച ആളല്ലേ, എന്നിട്ടെന്താ പിന്നെ തിരിച്ചടിക്കാതിരുന്നത്? ഒരു നാണവും ഇല്ലാതെ അടി മേടിച്ചോണ്ട് പോന്നല്ലോ. അപ്പോൾ പുള്ളി എന്നോട് പറയുക, അച്ഛാ ഞാനേ യേശുവിനെ അറിഞ്ഞപ്പോൾ മുതൽ ഒരു തീരുമാനമെടുത്തു, ഞാൻ ഇനി ആരെയും ഇടിക്കില്ല, മറിച്ച് ഇടി കൊള്ളാനുള്ള ഒരു തീരുമാനം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അച്ഛാ ഞാൻ ആരെയും തല്ലാനല്ല, മറിച്ച് ഈ കൈകൾ അനുഗ്രഹിക്കാനുള്ള കൈകളാണ്. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, എനിക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചിന്ത വന്നാൽ, ആരെയെങ്കിലും തല്ലാനോ ആരെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ ഒരു ചിന്ത വരുമ്പോൾ തന്നെ കുരിശിലെ ഈശോ വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് കെട്ടിപ്പിടിക്കും, കുരിശിലെ ഈശോ വന്നിട്ട് എൻ്റെ വാം മൂടിപ്പിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ യേശുവിനെ അനുഭവിച്ചത് മുതൽ, കുരിശിൽ കിടക്കുന്ന ഈശോനെ അനുഭവിച്ചത് മുതൽ എനിക്കിപ്പോൾ ആരെയും തല്ലാൻ പറ്റത്തില്ല, മറിച്ച് മറ്റുള്ളവരെ തല്ല് കൊള്ളാനേ എന്നെ പറ്റുള്ളൂ. ഹല്ലേലൂയാ. ഒരു പക്ഷേ ഇത് സാധാരണപ്പെട്ട ചിലർ നോക്കുമ്പോൾ, ഓ ഇയാള് പേടിത്തൊണ്ടൻ, കഴിവില്ലാത്തവൻ, ഗുണമില്ലാത്തവൻ, നിന്നെയൊക്കെ എന്തിനു കൊള്ളാം, പൊട്ടൻ, മണ്ടൻ എന്നൊക്കെ പറയും. എന്നാൽ കുരിശിലെ ഈശോയെ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന വലിയൊരു കൃപയാണ്. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു സംഭവത്തെയും വേറിട്ടൊരു കാഴ്ചപ്പാടിൽ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും കർത്താവ് നമ്മളെ സഹായിക്കും. നിങ്ങൾ പൗലോസ്ലീഹ പറയുന്ന ഒരു വചനം ഒന്ന് ശ്രദ്ധിച്ചേ. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം, 1 കൊറിന്തോസ് 2-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം. 1 Corinthians chapter 2 verse 2, 2-ാമത്തെ വചനം. നല്ല ഒന്നാന്തരം വചന കേട്ടോ. പൗലോസ്ലീഹ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കൂ, വായിച്ചേ. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ദേ പൗലോസ്ലീഹ പറയുക. ആരെ ഈ പൗലോസ്? സാവൂൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇന്നലകളുടെ ജീവിതത്തിൽ വലിയ ഗമാലിയേൽ എന്നൊക്കെ പറയുന്ന ടീച്ചറിന്റെ മുമ്പിൽ ഇരുന്ന് പഠിച്ച് വളർന്നൊരു ശിഷ്യനാണ്. ലോകവിവരം, അത്രമേൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ കുരിശിനെ കണ്ടതിന് ശേഷം ഇയാൾ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? കുരിശിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അറിവും നിനക്ക് കിട്ടും, എല്ലാ ബോധ്യങ്ങളും നിനക്ക് കിട്ടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, കുരിശിനെ ധ്യാനിക്കണം. കുരിശിനെ ധ്യാനിക്കണം. എന്താ പ്രത്യേകത? ഈ ഭൂമിയിൽ നീ എത്ര പുസ്തകം വായിച്ചാലും കിട്ടാത്ത അത്രമേലുള്ള അറിവ്, ഈ ഭൂമിയിൽ എത്ര മനുഷ്യരുടെ പുറകെ നടന്നും കിട്ടാത്ത നിനക്കുള്ള അറിവ് ഈ കുരിശിലേക്ക് നോക്കുമ്പോൾ ഈ കുരിശ് നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി നൽകും. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പൗലോസ്ലീഹായെ കണ്ടുപഠിക്കണം. ഞാൻ ഈ പൗലോസ്ലീഹായെ കണ്ടുപഠിക്കണം. വേറെ ഒന്നിൻ്റെ പുറകെ പോയില്ല. ഒറ്റ കാര്യം, കുരിശിലെ ഈശോ, കുരിശിലെ ഈശോ. അതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, സ്വന്തം ഭാര്യ അപകടത്തിൽപ്പെട്ട് രോഗിയായ കിടപ്പിലായി, താളം തെറ്റിയ ജീവിതം, പക്ഷേ കയ്യെ പിടിച്ചുകൊണ്ട് ഈ ഭാര്യയും കൊണ്ട് നടക്കാനൊക്കെ പോകുന്നതിൻ്റെ രഹസ്യം എന്താണ്? നാട്ടുകാർ പല ചോദ്യങ്ങളും ചോദിക്കുന്നു, വീട്ടുകാർ പല ചോദ്യങ്ങളും ചോദിക്കുന്നു, പലരും പലതും പറയുന്നു. എടാ ഇങ്ങനെ നടന്ന നിന്റെ ജീവിതം എന്താകൂടാ, ഇത് വേസ്റ്റ് ആവത്തില്ലേ, നിന്റെ കാര്യം നീ ശ്രദ്ധിക്കണം എന്നിങ്ങനെയൊക്കെ പറയുമ്പോഴും ഇയാൾ എല്ലാ ദിവസവും എഴുന്നേൽക്ക് മേശപ്പുറത്തുള്ള ആ കുരിശുരൂപത്തെ നോക്കുമ്പോൾ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ കുരിശ് പല കാര്യങ്ങളും പഠിപ്പിക്കും, പല പല മേഖലകളും പഠിപ്പിക്കും. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കൂ, നിന്റെ കുടുംബത്തിൽ നീ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് തിരുവചനം പറയുന്നത്. പൗലോസ്ലീഹ വീണ്ടും ഒരു വചനം കൂടെ പഠിപ്പിക്കും. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേ.
1 കൊരിന്തോസ് 15 അധ്യായം അതിൻ്റെ 3-4 തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ് ചാപ്റ്റർ 15 വേഴ്സ് 3 and 4. 3-4 തിരുവചനം. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. കണ്ടോ, പൗലോസ് ശ്ലീഹ പറയുക, എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായിട്ട് കരുതി. നിസ്സാരപ്പെട്ട കാര്യമല്ല. എനിക്ക് ലഭിച്ചത് ഇത്രമേൽ പ്രധാനപ്പെട്ട മൂല്യമുള്ള ഒന്നായിട്ട് ഞാൻ കരുതി. എന്നിട്ട് എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, എന്താണ് ഈ സർവപ്രധാനം എന്ന് പൗലോസ് ശ്ലീഹ പറയാണ്. 4-ാം വചനം വായിച്ചേ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയാ. പൗലോസ് ശ്ലീഹ പറയാണ്, എനിക്ക് ലഭിച്ച സർവപ്രധാനം, ഇത്രയും അറിവുള്ള ഞാനാണ്, ഇത്രയും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഞാനാണ്, ഇത്രയും ഗുരുക്കന്മാരുടെ കീഴിൽ നിന്ന് പഠിച്ച ഞാനാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിച്ചു. അതെന്താണ്? കുരിശിനെ കുറിച്ചുള്ള അറിവാണ്. ഈ കുരിശിനെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കുരിശ് എനിക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്നു. ഈ കുരിശിനെ കുറിച്ച് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചേ, നമ്മുടെ ജീവിതത്തിൽ നമുക്കിഷ്ടം എന്ന് പറയുന്നത് കുരിശിലെ ഈശോയാണോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഈശോയാണോ? അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഈശോ. കാരണം എന്താ? അതാകുമ്പോൾ രസമുണ്ട്, ഒരു കാര്യത്തിനും തീരുമാനമുണ്ട്. മറ്റേതേതാ? കഷ്ടപ്പാട്, ഞെരുക്കം, സങ്കടം, ഭാരം, കുരിശ്, രക്തം, വല്ലാത്ത ഭാരം. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, സർവപ്രധാനമായിട്ട് കണക്കാക്കുന്നത് ഈ കുരിശിലെ യേശുവാണ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതകര ഉയർത്തിപ്പിടിച്ച് വലതകര ഉയർത്തിക്ക് ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങോട്ട് നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു സംഭവമോ ഒരു വിഷയമോ നിങ്ങൾക്ക് കുരിശായിട്ടുണ്ടോ? ഉണ്ടാവണമല്ലോ. ചില കാര്യങ്ങൾ നമുക്ക് കുരിശാണ്, ചില വ്യക്തികൾ കുരിശാണ്, ചില കാര്യങ്ങളിൽ നമ്മളിങ്ങനെ കുരിശിൽ പെട്ട് കഴിയുന്നു. എന്നാൽ നീ ഭാരപ്പെടാതിരിക്കാൻ വിശുദ്ധ ഗ്രന്ഥം നിനക്ക് നല്ലൊരു മാജിക്, വലിയൊരു അനുഭവം നൽകുകയാണ്. എന്താണെന്നറിയാവോ? കുരിശിലെ ഈശോയെ ധ്യാനിച്ചാൽ മതി, നിന്റെ ഇന്നത്തെ കുരിശിനെ നിനക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ആമേൻ, ആമേൻ. കുരിശിലെ ഈശോയെ ധ്യാനിക്കുന്നത് വഴി നിനക്ക് ഇന്നത്തെ അനേക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. ഭാരപ്പെടാതെ കൈകാര്യം ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പരാതി പറയാതെ കൈകാര്യം ചെയ്യാൻ പറ്റും. പിറുപിറുക്കാതെ കൈകാര്യം ചെയ്യാൻ പറ്റും. ആരെ നോക്കണം? കുരിശിലെ ഈശോയെ നോക്കിയാൽ ആ കൃപ നമുക്ക് ലഭിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കഴിഞ്ഞ ദിവസം ഒരു വൈദികനെ വളരെ അവിചാരിതമായിട്ട് ഒരു സാഹചര്യത്തിൽ ഞാൻ കാണാനിടയായി. എന്ന് പറഞ്ഞാൽ എനിക്ക് പരിചയമുള്ള വൈദികനാണ്. ഞാൻ ഈ വൈദികനെ ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ ഈ വൈദികൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അച്ഛൻ എന്തെങ്കിലും ഈ കുരിശും കൊണ്ട് നീങ്ങുന്ന ഈശോയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഈ അച്ഛൻ എന്നോട് ചോദിച്ച ചോദ്യം. അച്ഛാ, എന്നെങ്കിലും കുരിശും കൊണ്ട് നീങ്ങുന്ന ഈശോയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഈ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം കൊടുക്കണമെന്നറിയാതെ നിൽക്കുമ്പോൾ ഇദ്ദേഹം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഈ വൈദികൻ ഈ നാളുകളിൽ കടന്നു പോകുന്നത് അങ്ങേയറ്റം കണ്ണുനീരിൻ്റെ നടുവിലാണ്. ഒരു ദേശത്ത് വലിയൊരു ശുശ്രൂഷയൊക്കെ ആയിട്ട് ജീവിക്കുന്നൊരു വൈദികൻ. എന്നാൽ ചില തെറ്റിദ്ധാരണയുടെ പേരിൽ ഇത്രയും നാളും കൈയടിച്ചവരും ആരവങ്ങളൊക്കെ കൂടെ ആയിരുന്നവരെല്ലാവരും ഇദ്ദേഹത്തിനെതിരായി. ഒരു ദിവസം ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം കൂടെ തടിച്ചുകൂടി വന്ന് ഇയാളെ തല്ലണം, കൊല്ലണം, ഇയാളെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ല. ആരെയെന്നറിയോ? ഈ വൈദികൻ. ആ വൈദികൻ
ആ ജനങ്ങളുടെ മുമ്പിൽ കൂക്കുവിളികൾ, മറ്റുള്ളവരാക്രോശങ്ങൾ, ഇവനെ ശരിയാക്കണം, ഇവനെ പോലെയുള്ളവരാണ് കത്തോലിക്ക തിരുസഭയെ നശിപ്പിക്കുന്നത്, ഇവനെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് ആ പള്ളി മേടയിൽ നിന്ന് ഈ വൈദികനെ ഇറക്കി വിടുന്നൊരു രംഗം. ഈ അച്ഛൻ കരഞ്ഞോണ്ട് എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാ, അച്ഛാ, ഞാൻ അന്നാണ് യഥാർത്ഥത്തിൽ ഈ കുരിശും ചുമന്നുകൊണ്ട് ജീവിക്കുന്ന ഈശോയെ ഞാൻ നേരിട്ട് കണ്ടത്. എൻ്റെ വൈദിക ജീവിതത്തിൽ ഞാൻ പലതവണ ഈ കുരിശിൻ്റെ വഴി ചൊല്ലിയിട്ടുണ്ട്, കുരിശു മരണത്തെക്കുറിച്ച് ധ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്ന് വരെ മനസ്സിലാകാത്ത ചില കാര്യം എൻ്റെ നെഞ്ചിനുള്ളിൽ കർത്താവെന്ന് പഠിപ്പിച്ചു തന്നത് ആ കൂക്കിവിളികളുടെ മധ്യത്തിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് കരുതി എൻ്റെ തോളത്ത് കൈയിട്ടവര്, ഇവരുടെയൊക്കെ പല വീടുകളിലും പല കാര്യങ്ങൾക്ക് എൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അനേകം നന്മകളൊക്കെ സംഭവിക്കപ്പെട്ടിട്ടുള്ള ഒരു ദേശത്ത് അപമാനിക്കപ്പെട്ട് ഉള്ളിലുള്ള പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാത്ത വണ്ണം, കാരണം അത് പറഞ്ഞാൽ വേറെ പലർക്കും മാനക്കേടാകുമല്ലോ എന്ന് കരുതി ഈ വൈദികൻ പലരെയും രക്ഷിക്കാൻ വേണ്ടി മിണ്ടാതെ, ബൈബിളിൽ പറയുന്നത് പോലെ കൊല്ലാൻ കൊണ്ടുപോകുന്ന ചെമ്മരിയാടെന്ന പോലെ ഒന്നും മിണ്ടാതെ ആ പടവുകൾ ഇറങ്ങി അദ്ദേഹം പറയുക, ഇനി ഞാൻ എങ്ങോട്ട് പോകും? ഈ വൈദികന്റെ മാതാപിതാക്കൾ മരിച്ചു പോയതാ, സ്വന്തം വീട്ടിലോട്ട് ചെല്ലാൻ പറ്റിയ അവസ്ഥയല്ല. ഇനി എങ്ങോട്ട് പോകും? അധികാരികളുടെ ഭാഗത്തുനിന്ന് ഫോൺ വിളി വന്നു, ഇങ്ങോട്ട് വരണ്ട, ഇയാൾ ചെയ്ത തെറ്റിന് ഇയാൾ തന്നെ അനുഭവിക്കട്ടെ. കാര്യമൊന്നും അധികാരികൾക്ക് മനസ്സിലാക്കപ്പെട്ടിട്ടില്ല. ആ രാത്രിയിൽ ഈ വൈദികൻ ഒരു വാഹനത്തിൽ കയറി എങ്ങോട്ടെന്നില്ലാതെ യാത്ര ചെയ്യുകയാണ്. എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല. അദ്ദേഹം പറയുവാണ്, അന്നാണ് യഥാർത്ഥത്തിൽ ഒരു വൈദികൻ എങ്ങനെയാണ് കുരിശിന്റെ വഴിയിൽ നടക്കേണ്ടതെന്ന് ആ രാത്രിയിൽ ഞാൻ പഠിച്ചു. ആ വാഹനം ഒരു ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് അവിടെ എൻ്റെ കയ്യിലുള്ള ഈ കുഞ്ഞു ബാഗും പിടിച്ചോണ്ടിരിക്കുവാണ്. ഇനി ഞാൻ എങ്ങോട്ട് പോകും? ഇനി എന്താകും എൻ്റെ ജീവിതം? ഒരു മനുഷ്യനും മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യനും. അത്രയും നാൾ വാട്സപ്പിലൊക്കെ കൂടെയുണ്ട് ഞങ്ങൾ, വൈദിക പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്ന പലരും ബ്ലോക്ക് ചെയ്തു തുടങ്ങി. മൊബൈൽ നോക്കിയപ്പോഴത്തേക്ക് തെറിവിളികൾ. ഫേസ്ബുക്കിൽ ഈ അച്ഛനെ കുറിച്ച് ചീത്ത കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തമില്ല. അന്ന് രാത്രി ഇദ്ദേഹം വാഹനത്തിൽ മറ്റൊരു വണ്ടിയിൽ കയറി എങ്ങോട്ടില്ലാതെ യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്ത് എത്തപ്പെട്ടു. ഞാനിത് പറയുമ്പോൾ ഈ വൈദികൻ എന്നോട് കരഞ്ഞുകൊണ്ട് പറയുന്നത്, അച്ഛാ, ആ കുരിശിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഞാൻ പഠിച്ച പാഠം എന്ന് പറഞ്ഞ് ഈ വൈദികൻ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞത്, അച്ഛാ, ഇതേ ഉണ്ടാകുമുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ഇദ്ദേഹത്തിന് എല്ലാ മാസവും അധികാരികളുടെ ഭാഗത്തുനിന്ന്, അദ്ദേഹത്തിൻ്റെ രൂപതയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇവരുടെ ഉപജീവനത്തിനുള്ള വിഹിതം കൊടുക്കാറുണ്ട്. എന്നാൽ ആ രാത്രി മുതൽ ഇദ്ദേഹത്തിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവർ കട്ട് ചെയ്തു. 5 നയ പൈസ കയ്യിലില്ലാത്ത വണ്ണം കറിവേപ്പില പോലെ ആക്കപ്പെട്ടു. പ്രൈവറ്റ് കുർബാന ചെല്ലാൻ മാത്രം അനുവാദം, പബ്ലിക്കായിട്ട് എങ്ങും പ്രത്യക്ഷപ്പെടാൻ പാടില്ല. ഇദ്ദേഹം പറയുകയാണ്, അച്ഛാ, കുരിശിലേക്ക് നോക്കി എൻ്റെ മുമ്പിൽ ആ കുരിശിൽ കിടക്കുന്നവൻ അന്ന് രാത്രി ചിരിച്ചു കാണിച്ചു. ഇപ്പൊ നിനക്ക് കുരിശിന്റെ വിഷമം മനസ്സിലാകുന്നുണ്ടോ? അച്ഛാ, അത്രമേൽ ഞാൻ കുരിശിന്റെ വഴിയിൽ കുരിശും കൊണ്ട് പോകുന്ന ഈശോയെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെ എക്സാജറേറ്റ് ചെയ്ത് പറയാനല്ല, മറിച്ച് ഇത് ഞാൻ പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ നെഞ്ചിൻ്റെ അകത്ത് സംഭവിക്കുന്ന കാര്യം ഒരു മനുഷ്യനും കൂടെ ഉണ്ടായില്ലെന്ന്. നിങ്ങൾ ഈശോ കുരിശും കൊണ്ട് ചുമന്നുകൊണ്ട് പോയപ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു? എന്തിനാ? കഴിഞ്ഞ ദിവസം ഓശാന പാടിയവർ അല്പം കഴിഞ്ഞപ്പോൾ മാറി നിന്ന് ഇവനെ ക്രൂശേ കയറ്റുക എന്ന് പറഞ്ഞു. കൈയടിച്ചവരും അപ്പം മേടിച്ച് ഭക്ഷിച്ചവരും രോഗശാന്തി കിട്ടിയവരും ഒറ്റൊരുത്തം പോലും കൂടെ ഉണ്ടായില്ല. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടുകൂടെ മറിയത്തിൻ്റെ ചില സ്ഥാനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ, വേറെ ആരുമില്ലെന്ന്. ഒറ്റ മനുഷ്യനുമില്ല. കൂടെയുണ്ടായിരുന്നവനൊക്കെ എങ്ങനെ പോയെന്ന് ബൈബിൾ എഴുതിയിട്ടില്ലേ? അല്ലേ? ഈശോനെ അനുഗമിച്ചിരുന്ന ഒരുത്തൻ അവസാനം ഗതികെട്ടപ്പോൾ തുണി വരെ ഉപേക്ഷിച്ചിട്ട് അവൻ ഓടിക്കളഞ്ഞു. ആരുമില്ലെന്ന്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഹൃദയത്തിൽ അത് ഉറപ്പിച്ചോണം.
കുരിശിന്റെ വഴിയിൽ നിനക്ക് കൃത്യമായി ഈശോനെ കാണാൻ പറ്റും. എപ്പോഴെന്നറിയോ? അവനിങ്ങനെ കുരിശ് ചുമന്നുകൊണ്ട് നിന്റെ മുമ്പിൽ നിൽക്കും. നീ സമാനമായ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ കുരിശ് നിന്റെ മുമ്പിൽ വേറെ ചില അനുഭവങ്ങൾ പകർന്നു തരും. ഇന്ന് വരെ കാണാത്ത ചില കാര്യങ്ങൾ, ഇന്ന് വരെ അനുഭവിക്കാത്ത ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഈ പറഞ്ഞതിന്റെ തൊട്ടടുത്ത ഒരു വശം കൂടെ ഞാൻ പറയട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ വൈദികനെ കണ്ടപ്പോൾ ഈ വൈദികന്റെ അവസ്ഥ എന്തെന്നറിയോ? വലിയൊരു നാണക്കേടിൽ നിന്ന് മാറി ഇപ്പോൾ ജീവിതത്തിന്റെ ചില മേഖലകൾ ജീവിക്കുന്നു. ഇദ്ദേഹത്തിന്റെ അവസ്ഥ, ഇദ്ദേഹം പറയുകയാണ്, അച്ഛാ, അധികാരികൾ എനിക്ക് എല്ലാ മാസവും തരേണ്ട ആ ഉപജീവനത്തിനുള്ളതും കൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ആ രാത്രി ഞാൻ കുരിശും കണ്ടുകൊണ്ട് ജീവിക്കുന്നു. നേരം വെളുത്തപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു. വർഷങ്ങൾക്ക് മുമ്പ്, 8-9 വർഷങ്ങൾക്ക് മുമ്പ് ഈ വ്യക്തിയെ, ഈ വൈദികനെ സാമ്പത്തികമായിട്ട് സഹായിച്ച വിദേശത്തുള്ള ഒരു സ്ത്രീയുടെ മെസ്സേജ്. 8 വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് ഒരു കോണ്ടാക്റ്റും ഇല്ല കഴിഞ്ഞ 8 വർഷമായിട്ട്. നേരം വെളുക്കുമ്പോൾ ഈ അച്ഛൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ്. ആ മെസ്സേജ് ഇങ്ങനെയാണ്: അച്ഛാ, ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല, അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സ്ത്രീ മറ്റൊരു രാജ്യത്ത്, മലയാളിയല്ല, ഈ അച്ഛനെക്കുറിച്ച് ഒരു വിവരവുമില്ല. പക്ഷെ ആ സ്ത്രീ പറയുവാണ്, അച്ഛാ, അച്ഛൻ്റെ ഇനിയുള്ള നാളുകളിൽ എല്ലാ മാസവും ഒരു ചെറിയ വിഹിതം തന്ന് അച്ഛൻ്റെ ഉപജീവന മാർഗങ്ങൾ ക്രമീകരിക്കണമെന്ന് ഈശോ എന്നോട് ആവശ്യപ്പെട്ടു. അച്ഛന് എൻ്റെ വിഹിതം ഇരിക്കട്ടെ. നല്ല കയ്യടി കർത്താവായ ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയ. അച്ഛൻ ഈ മൊബൈൽ മെസ്സേജ് കണ്ട് ആ കുരിശിലേക്ക് നോക്കി. കുരിശിലെ ഈശോ വീണ്ടും കണ്ണടച്ച് ചിരിച്ചു കാണിച്ചു. വിഷമിക്കണ്ട, നീ വിഷമിക്കണ്ടെന്ന്, വിഷമിക്കണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ വൈദികൻ നിൽക്കുന്നൊരു സ്ഥലം, അദ്ദേഹം മറ്റൊരാൾ സ്ഥലത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒത്തിരി സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉള്ളൊരു സ്ഥലം. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മറുവശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഈ വൈദികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കണ്ണുനീരും വിഷമൊക്കെ ഉള്ളിലുണ്ടെങ്കിലും മുറിക്ക് പുറത്തിറങ്ങുമ്പോൾ സെക്യൂരിറ്റി ഗാർഡ് ഇദ്ദേഹത്തെ സല്യൂട്ട് അടിക്കും. നാളുകൾക്ക് മുമ്പ് നാട്ടുകാർ കല്ലെറിയാനും കൂക്ക വിളിക്കാനും നിന്ന അതേ ജനത്തിന്റെ ചില പ്രതിനിധികൾ എന്ന വണ്ണം ഇയാളെ സല്യൂട്ട് അടിക്കും ഈ അച്ഛന്. ഈ അച്ഛൻ പറയുവാണ്, കുരിശിലെ ഈശോ എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചു കാണിച്ചുകൊണ്ടിരിക്കുക, ഇതെവിടെ ചെന്ന് അവസാനിക്കുന്ന അറിഞ്ഞുകൂടാ. ജീവിതം അങ്ങേയറ്റം അങ്ങേയറ്റം കുരിശിന്റെ വഴി. നോമ്പുകാലത്ത് മാത്രം ധ്യാനിക്കേണ്ടതല്ല കുരിശിന്റെ വഴി, ഓർത്തോണേ. നോമ്പുകാലത്ത് മാത്രം ധ്യാനിക്കാനുള്ളതല്ല, മറിച്ച് അനുദിന ജീവിതത്തിൽ ഈ കുരിശിന്റെ വഴിയാണ് നമ്മുടെ മുമ്പിലുള്ള പാത. അതത്ര തേച്ചു മിനുക്കിയതൊന്നുമല്ല, മുള്ളു നിറഞ്ഞതാണ്. വീഴും, എഴുന്നേക്കും. ഈ കുരിശിലെ ഈശോ നിന്റെ മുമ്പിൽ ചില പാഠങ്ങൾ പഠിപ്പിക്കും. കുരിശിനെ നോക്കുന്നവർക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ അനുഭവങ്ങളെയും വേറിട്ട ഒരു കാഴ്ചപ്പാടിൽ കാണാൻ സാധിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണേ. നിന്റെ വീട്ടിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നീ ഇന്ന് ഏത് കുരിശാണോ ഏറ്റെടുത്തിരിക്കുന്നത്, ആ കുരിശിന് അർത്ഥമുണ്ടെന്ന് കുരിശെ കിടക്കുന്നവൻ നിന്നെ പഠിപ്പിക്കുന്നു. കുരിശിൽ കിടക്കുന്ന ഈശോയെ നോക്കിയാൽ നിന്റെ ഇന്നത്തെ സഹനത്തിന് അർത്ഥങ്ങൾ, നമ്മൾ കാണാത്ത ചില മേഖലകൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി നൽകും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാലോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലവിധ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കണം, നിനക്ക് വേണ്ടി തൂങ്ങപ്പെട്ടവൻ ഉണ്ട്, നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനുണ്ട്, നിനക്ക് മുമ്പേ വഴി കാണിച്ചു തന്ന ക്രിസ്തു നിന്റെ മുമ്പിലുണ്ട്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഓരോ വ്യക്തിയും വിശ്വസിക്കുക, എനിക്ക് വേണ്ടി കുരിശിലേറ്റപ്പെട്ടവൻ, എനിക്ക് വേണ്ടി മരിച്ചവൻ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങൾക്കും മറ്റൊരു മേഖലയുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചവൻ. ദൈവമേ, ഈ കുരിശിന്റെ മുമ്പിൽ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഓരോ വ്യക്തിയും വിശ്വസിക്കുക, ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദുരിതപൂർണമായ അനുഭവങ്ങളിലും കഷ്ടതകളിലും പതറിപ്പോകാതിരിക്കുവാൻ ഈ കുരിശിന്റെ ശക്തി എന്നെ പഠിപ്പിക്കണമേ.
കരങ്ങൾ ഉയർത്തി ദൈവജനം ഒരുമിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഓ കർത്താവേ, ഒരു പുത്തൻ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് നൽകണമേ. ഒരു പുത്തൻ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് നൽകണമേ. കുരിശിനെ നോക്കി ധ്യാനിക്കാൻ, ഈ കുരിശിനെ പഠിക്കാൻ കർത്താവേ ഞങ്ങൾക്ക് ബലം നൽകണമേ. ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും ഈ കുരിശിന്റെ അനുഭവം, കുരിശിന്റെ വഴിയിൽ യേശു കടന്നുപോയ അനുഭവം സമ്മാനിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.